വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ക്യാമ്പസ്. ഓക്കെ, നമ്മുടെ പാരൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഒരു 80-ലൊക്കെ ഉള്ള ഒരു ക്യാമ്പസ്. ആ ക്യാമ്പസിൽ ഒരു പയ്യന് ഒരു പെൺകുട്ടീനോട് ഭയങ്കരമായിട്ടുള്ള പ്രേമം. ഓക്കെ, പ്രേമം, ഇഷ്ടം. ഇപ്പൊ നമുക്കിപ്പോൾ ഒരാളോട് ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് പറയുന്നില്ല. ജസ്റ്റ് ഇൻസ്റ്റയിൽ ഒരു ഐ ലവ് യു അയച്ചാൽ മതി, അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഒന്നും നോക്കാതെ എനിക്ക് ഇതിന് ഇഷ്ടം എന്ന് പറയാം. പക്ഷെ പണ്ട് പ്രണയം പറയാന്ന് പറയുന്നത് തന്നെ ഒരു വിപ്ലവമാണ്. ആൾക്കാർക്ക് ആളുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാനുള്ള കറേജ് ഒന്നും പണ്ടത്തെ കാലത്തുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ 3 വർഷം മനസ്സിൽ ഒതുക്കി പിടിച്ച് പ്രണയം പറയാൻ വേണ്ടിയിട്ട് ഈ പയ്യൻ കുറെ കാലം നടക്കുകയാണ്. അങ്ങനെ കോളേജിന്റെ ലാസ്റ്റ് ഡേ, സെന്റ് ഓഫിന്റെ തലേ ദിവസം ഇവന്റെ ഫ്രണ്ട് പറയാണ്, നീ ഇത്രയും ദിവസം കൊണ്ട് നടന്നല്ലേ, ഇനിയിപ്പോ ഇവിടെ കാണുമെന്ന് പോലും അറിയില്ല, നീ എന്തായാലും ഇന്ന് തന്നെ അവളോട് ഇഷ്ടമാന്ന് പറയുന്നു പറഞ്ഞു. ഓക്കെ, അപ്പം ഇന്നൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ട്, നമുക്ക് ഒരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരാൾ പഠിച്ചിറങ്ങി കോളേജ് വിട്ടുപോയി ആ കുട്ടിയുടെ വീട് എവിടെയാണെന്ന് പോലും അറിയില്ല, കല്യാണത്തിന് പോലും ക്ഷണിക്കപ്പെടില്ല. അപ്പൊ അത്രയ്ക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് അവർ മാറിപ്പോവാണ്. അപ്പൊ സെന്റ് ഓഫിന്റെ തലേ ദിവസം ഇവൻ പറഞ്ഞതനുസരിച്ച് ഇവനൊരു ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു നോട്ട് പുസ്തകം എടുത്തിട്ട് അതിന്റെ അവസാന പേജിൽ ഇങ്ങനെ ഒരു ലവ് ലെറ്റർ എഴുതാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നാളെ വരുമ്പോൾ ഒരു പച്ച പാവാടിയും ബ്ലൗസ് ഇട്ടുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. ഓക്കെ, കളർ ഏതാ? പച്ച, ഓർത്ത് വെച്ചോ കേട്ടോ. അപ്പൊ അങ്ങനെ 3 വർഷത്തെ ഇവന്റെ പ്രണയം സഫലമാവുന്നതും കാത്ത് പിറ്റേന്ന് കോളേജ് വരാന്തയിൽ ഇവൻ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പണ്ടത്തെ ഒരു ക്യാമ്പസാണ്. അങ്ങനെ രാവിലെ ഗേറ്റ് തുറന്നു, കുട്ടികളൊക്കെ വന്നു തുടങ്ങി, സെന്റ് ഓഫിന്റെ ബഹളങ്ങളാണ്. അപ്പോൾ കുറേ കൂട്ടുകാരികളുടെ കൂടെ അപ്പൊ ഇവൻ തലേന്ന് തന്നെ എങ്ങനെയൊക്കെയോ ഫ്രണ്ട്സിനെ വിട്ടിട്ട് ഈ ബുക്ക് ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ട്, ലെറ്റർ എഴുതി കൊടുക്കുന്നുണ്ട്. പിറ്റേന്ന് ഇവന്റെ പ്രണയം സഫലമാവുന്നതും കാത്ത് കോളേജ് വരാന്തയിൽ ഇവൻ കാത്തിരിക്കുവാണ്. അപ്പൊ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കയ്യിലൊരു ചോറ്റുപാത്രവും പുസ്തകങ്ങളൊക്കെ ആയിട്ട് മന്ദം ഈ പെൺകുട്ടി വെറുതെ ഇങ്ങനെ നടന്ന് കോളേജിന്റെ പടി കടന്ന് വരുവാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവൻ ആദ്യം നോക്കുന്ന കുട്ടിയുടെ ഡ്രസ്സിന്റെ മുകളിലേക്കാണ്. ഏത് കളറാന്ന് അറിഞ്ഞാലല്ലേ ലവ് സക്സസ് ആണോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ അന്ന് ആ കുട്ടി ധരിച്ച ഡ്രസ്സിന്റെ കളർ ഏതായിരുന്നു എന്നറിയോ? എനിഗസ് ചുമ്മാ ഒരു കളറെങ്കിലും പറയടേ. പച്ചയല്ലാന്ന് അറിയാലേ, ബ്ലാക്ക് എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ റെഡ് പിടിക്കാം. ഓക്കെ, റെഡ് എന്ന് വെച്ചാൽ എന്താ? റെഡ് ഫ്ലാഗാ, ഇഷ്ടമില്ല എന്നുള്ളത് തന്നെ. അപ്പൊ അതിനധികം ചിന്തിക്കാനൊന്നുമില്ല. അപ്പൊ ഇവനിത് കണ്ടപ്പോഴേക്കും ഭയങ്കര വിഷമായി, ഡിപ്രസ്ഡ് ആയി. അപ്പൊ ഈ കുട്ടി നേരെ നടന്നു വരും ചെയ്തിട്ട് ഇന്നലെ ഇവൻ കൊടുത്ത ബുക്ക് ഉണ്ടായിരുന്നല്ലോ, ലവ് ലെറ്റർ എഴുതിയ ബുക്ക്, ഇത് ഇവൻ ഈ പയ്യന് തിരിച്ചു കൊടുത്തിട്ട് ഇവള് മടങ്ങി പോവാണ്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രണയം നഷ്ടമായി കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു റീബൗണ്ട് റിലേഷൻഷിപ്പ് ഒക്കെ ചെയ്യാം അല്ലേ. ഇന്ന് ഒരു പ്രണയം പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് വേറൊരാളെ സെറ്റാക്കി കുറച്ചു കാലം കൊണ്ടു നടക്കാം. പക്ഷെ പണ്ട് അങ്ങനെയൊന്നുമില്ല. പണ്ട് പ്രണയനഷ്ടവും കടന്നു പോയിരുന്നത് കവിതകളിലൂടെയാന്നൊക്കെ പറയും. അയ്യപ്പന്റെ ഒരു കവിതയുണ്ട്, കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ എന്ന് പറയുന്ന കവിതയൊക്കെ പാടി ഒരു വലിയ പ്രണയനഷ്ടത്തിന്റെ കാലം അങ്ങനെ കടന്നു പോവാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇവനൊരു കവലയിൽ വെച്ചിട്ട് ഈ പെൺകുട്ടീനെ വീണ്ടും കാണുവാണ്. അപ്പൊ ഇവനെ കണ്ടപ്പോഴേക്കും ഈ പെൺകുട്ടി സന്തോഷത്തോടെ കൂടെ അടുത്ത് വന്നു. എന്നിട്ട് ഇവനോട് ചോദിച്ചു, അന്ന് എന്തിനാണ് എന്നെ തനിച്ചാക്കി പോയത്, എന്തിനാണ് എന്നെ ഉപേക്ഷിച്ച് കടന്നത് എന്ന് ചോദിക്കാണ്. അപ്പൊ ഇവൻ ചോദിച്ചു, അതെന്ത് വർത്താനാണ്, ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ തന്നെ നീ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഞാൻ തന്ന പുസ്തകമൊക്കെ തിരിച്ചൊന്ന് പോയതല്ലേ, ഇപ്പൊ എന്താണ് ഇങ്ങനത്തെ ഒരു വർത്താനം എന്ന് ചോദിക്കാണ്. അപ്പൊ ഇവള് കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നടന്നിട്ട് തിരിച്ചു വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ അന്ന് തിരിച്ചു തന്ന പുസ്തകം നീ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ ഇവന്റെ കയ്യിൽ കിട്ടിയ, ഇവൻ മറച്ചിട്ട് നോക്കാൻ പഠിച്ച ആ പുസ്തകത്തിന്റെ നടുപ്പേജില് നല്ല ഭംഗിയുള്ള കയ്യക്ഷരത്തില് ആ പെൺകുട്ടി ഇങ്ങനെ എഴുതിയിരുന്നു, കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ കയ്യിൽ പച്ച പാവാടിയും ബ്ലൗസും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോപ്പിട്ട് വരുന്നു. കഴിഞ്ഞില്ലേ കഥ. അപ്പൊ കയ്യിൽ കിട്ടിയ ഒരു പുസ്തകം മറിച്ചു നോക്കാൻ അവൻ മടിച്ചത് കൊണ്ട് അവന് നഷ്ടമായത് വലിയൊരു പ്രണയമാണ്, നല്ലൊരു പങ്കാളിനെയാണ്. എന്ന് വെച്ച് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ മറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പ്രണയം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും അറിയാത്ത, നിങ്ങളെ ജീവിതം മാറ്റിമറിക്കുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ വരുന്ന ഓരോ പുസ്തക കടലാസിലും ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.